നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും പൂർണ്ണ വിശ്വാസത്തിലാണ് BJPയും NDAയും. 400-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുമെന്നാണ് നേതാക്കൾ തന്നെ പരസ്യമായി വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിവിധ തിരഞ്ഞെടുപ്പ് സർവേകളും ഒപ്പം ചൂണ്ടിക്കാട്ടുന്നു. 2014 282, 2019 303 സീറ്റും നേടി അധികാരത്തിലെത്തിയ BJPക്ക് കാര്യമായ വെല്ലുവിളി പോലും ഉയർത്താൻ പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിനായിട്ടില്ല എന്ന് തന്നെ പറയാം. 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് 7 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. 6 ഘട്ടങ്ങളും പൂർത്തിയാക്കി അവസാനത്തെയും 7ാമത്തെയും ഘട്ടത്തിനാണ് നാളെ രാജ്യം സാക്ഷിയാകാനൊരുങ്ങുന്നത്. നാളെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 57 മണ്ഡലങ്ങളിൽ 25ലും 2019 BJPയാണ് വിജയിച്ചത്. 5 സീറ്റുകൾ NDA കക്ഷികളായ അപ്നാദൾ, JDU എന്നിവർക്കാണ് ലഭിച്ചതും. കോൺഗ്രസിന് ലഭിച്ചത് വെറും 8 സീറ്റുകൾ മാത്രമായിരുന്നു. 9 സീറ്റുകൾ തൃണമൂലും BJD 4ഉം JMM ആപ്പ് എന്നിവർ ഓരോ സീറ്റ് വീതവും, അഖിലദൾ, BSP എന്നിവർ 2 വീതം സീറ്റുകളുമാണ് നേടിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂരും ഉൾപ്പെടെയുള്ള 13 മണ്ഡലങ്ങളിലാണ് ഉത്തർപ്രദേശിൽ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ 9ഉം 2019 BJPക്കായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 2 സീറ്റ് അപ്നാദളും 2 സീറ്റ് BSPയുമായിരുന്നു നേടിയത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാൾ, ബീഹാർ, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ഝാർഖണ്ഡ്, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിൽ പഞ്ചാബിൽ മാത്രമാണ് കോൺഗ്രസിന് ഏകയൊരു പ്രതീക്ഷയുള്ളത്. അവിടെയാണെങ്കിൽ ആപ്പുമായി സഖ്യമില്ലാതെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് പോലും. ശക്തമായ പോരാട്ടം നടക്കുന്ന ബംഗാളിൽ BJPക്ക് അനുകൂല അന്തരീക്ഷമാണെന്നാണ് റിപ്പോർട്ട്. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ മോദി സർക്കാരിനെ താഴെയിറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണിക്ക് നെഞ്ചിടിക്കുന്നുവെന്ന് തന്നെ നിസ്സംശയം പറയാം. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.